യാത്ര വചന വഴിയെ ഹൃദയവയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇത് UAE എന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ കരിസ്മാറ്റിക് സമൂഹം. 7 എമിറേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നവീകരണ കൂട്ടായ്മ തിരുസഭയിൽ കരിസ്മാറ്റിക് അനുഭവം ലഭിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഗ്രാസിയ 2017. കരിസ്മാറ്റിക് നവീകരണം അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ നാളുകളിൽ UAEയിലും വലിയ അഭിഷേകത്തോടെ ആനന്ദത്തോടെ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. ആയതിനുള്ള വേദിയായി മാറിയത് അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രലായിരുന്നു. ഏഴ് എമിറേറ്റ്സിലെയും വിശ്വാസി സമൂഹം മുഴുവൻ ഒത്തുചേർന്ന സുന്ദര നിമിഷങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. ഏറ്റവും ബഹുമാനപ്പെട്ട പോൾ ഹിൻഡർ പിതാവിന്റെ ആശീർവാദത്തോടെയും My dear friends, if the golden jubilee of the Catholic charismatic renewal has helped us to activate the gifts of the Holy Spirit and to represent in our whole life Jesus Christ himself, then Pentecost is not past but present. You are the salt of the earth. You are the light of the world. Give taste to the world and shine where you are. ബഹുമാന്യ ഐറേനിയൂസ് പിതാവിന്റെ അനുഗ്രഹത്തോടെയും നിങ്ങൾ ഓരോരുത്തരും അനേക ഒറ്റപ്പെട്ട ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം തെളിച്ചു കൊടുക്കാനും അവരിൽ നാം സ്വീകരിച്ചിട്ടുള്ള മാമോദീസായുടെ അനുഭവങ്ങളെ ജ്വലിപ്പിക്കാനും തയ്യാറായതുകൊണ്ടാണ് ഈ കൂട്ടായ്മകൾ ഇവിടെ രൂപം പ്രാപിച്ചത്. അതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതിനുവേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകൾ നേതൃത്വം നൽകിയിട്ടുള്ള പുണ്യജീവിതം നയിച്ചിട്ടുള്ള ഇവിടെ കണ്ണുനീരും വിയർപ്പും സ്വീകരിച്ച് അർപ്പിച്ചിട്ടുള്ള ഇവിടെ നിന്നും നെടുവീർപ്പുകൾ ഉയർത്തിയിട്ടുള്ള അനേകരെ സ്മരിച്ചുകൊണ്ട് ഇന്നിതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്നേഹനിധിയായ സുസൈപാക്യം പിതാവിന്റെ അനുഗ്രഹ പ്രഭാഷണത്തോടെയും ഈ ശുശ്രൂഷകൾ ഏറ്റവും അഭിഷേകം നിറഞ്ഞതായിത്തീർന്നു. ഈ ദിവ്യബലി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി, ഈ ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി, കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളിലൂടെ സഭയെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ദൈവപിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്.
ഈ ബലിയുടെ ഫലമായിട്ട് തൻ്റെ അനുഗ്രഹങ്ങളാൽ ദൈവനാമം ഓരോരുത്തരെയും സമ്പന്നരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ വർഗീസ് മുണ്ടയ്ക്കൽ അച്ഛന്റെ പ്രഭാഷണം ഏവർക്കും വലിയ ഉൾബോധ്യങ്ങൾ ഉണർത്തുന്നതായിരുന്നു. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ നിമിഷവും അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഇതൊക്കെ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതായിട്ടും ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെടുന്നതുമായിട്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവാനുഗ്രഹത്തിന്റെ നിമിഷം. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ വഴിയിലൂടെ നടന്നു പോവുകയാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു അപകടം ഉണ്ടാകുകയാണെന്ന് കരുതുക. ഈ അപകടത്തിൽ നിന്ന് നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയുന്നത്? ദൈവാനുഗ്രഹം കൊണ്ട്. ഇപ്പൊ കുറെ നാളുകളായിട്ട് മുടങ്ങിയിരുന്ന നമ്മുടെ വീട്ടിലെ മോന്റെയോ മോളുടെ വിവാഹം ഒരു ദിവസം മനോഹരമായിട്ട് നടന്നു കഴിയുമ്പോൾ അവിടെയും നമ്മൾ പറയും ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ശരിയായി. ഇല്ലേ, കുറെ നാളുകളായിട്ട് നമുക്ക് വലിയ അസുഖമായിരുന്നു. ഒത്തിരി ചികിത്സകൾ നടത്തി, അവിടെ ഇവിടെ എല്ലാം ഡോക്ടേഴ്സിനെ പോയി കണ്ടു, ഒന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധ്യാനത്തിൽ കൂടി അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം നമുക്ക് കിട്ടി. അവിടെയും നമ്മൾ പറയും ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതുപോലെ കൈവിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ അവസരങ്ങളാണോ ദൈവാനുഗ്രഹം? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും എന്ത് തന്നെയാ പറഞ്ഞേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ആനന്ദം അതെന്ത് തന്നെയാണ്? പറഞ്ഞേ, ദൈവാനുഗ്രഹമാണ്. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ എന്താണ്? പറഞ്ഞേ, ഈ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഓർത്ത് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഇത് ദൈവാനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഈ തമ്പുരാന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവിന്റെ നിറവിലായിരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് വിളിച്ചു കൂട്ടിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 1967 അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലുള്ള ഡ്യുക്കെയിൻ സർവകലാശാലയിൽ ഏതാനും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കുണ്ടായ പ്രത്യേകമായ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിന്നാണ് 50 വർഷങ്ങൾക്ക് മുമ്പ് ആഗോള കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ പുതിയൊരു പന്തക്കോസ്ത അനുഭവം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുവാനുള്ള ജോൺ 23 മാർപ്പാപ്പയുടെ ആഹ്വാനം സഭ മുഴുവൻ ഏറ്റെടുത്തപ്പോൾ കരിസ്മാറ്റിക് നവീകരണം എന്ന ശക്തമായ കാറ്റ് സഭയിൽ ആഞ്ഞു വീശാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ ശക്തമായ കാറ്റ് സഭ ആകമാനം വീശി ഉണർത്തിയതിന്റെ സുവർണ ജൂബിലി 50ാം ആണ്ട് ആഗോള കത്തോലിക്ക സഭ മുഴുവൻ ആഘോഷിക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠമായ ഒരു ആഘോഷമാണ് ഈ യുടെ മണ്ണില് കത്തോലിക്ക, പ്രത്യേകിച്ച് മലയാളികൾ ചേർന്ന് ഇന്ന് ഏറ്റവും ഉചിതമായി ആഘോഷിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കരിസ്മാറ്റിക് നവീകരണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ കരിസ്മാറ്റിക് നവീകരണത്തെ വിളിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ പ്രവാഹമെന്ന. പ്രൈസ് ദി ലോർഡ്. മിസ്റ്റർ റെജി ആൻഡ് ടീം പരിശുദ്ധാത്മ നിറവിൽ ആലപിച്ച സുധിമധുര സംഗീത വിരുന്ന് വലിയ അനുഗ്രഹമായി മാറിയതിനൊപ്പം എല്ലാ വിശ്വാസികളും മരുഭൂമിയിൽ ദൈവം തങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് ഒന്നു ചേർന്ന് പാടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇട നൽകി. എല്ലാവരും കൈയ്യടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹലേ ഹല്ലേലൂയ. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജന വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓഹോ ഓഹോ ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് എല്ലാവരും ചേർത്ത് ഹല്ലേലൂയ പാടിക്കൊണ്ട്. ഓഹോ ഓഹോ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും പാടിടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജന വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ മനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓഹോ ഓഹോ ഹല്ലേലൂയ. കൈയടിച്ചിട്ട് പാടാം. എല്ലാവരും ഓഹോ ഓഹോ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓഹോ ഓഹോ ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകടിച്ച് ഓഹോ ഓഹോ ഹല്ലേലൂയ. 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 Praise the Lord. CSTയുടെ ഡയറക്ടർ ജോൺ പടിഞ്ഞാക്കര അച്ഛന്റെ നേതൃപാടവം ഈ പ്രോഗ്രാമിന് അതീവ ശക്തി പകരുന്നതായിരുന്നു. As I am standing before you, I recollect the very day when I was entrusted with the assignment of leading the UAE
CCRS Malayalam. It was on 19th February 2016. And it was really a veteran hand was behind, Father Verghese Chempoli. And I was thinking to myself, how can I take up a task of this sort? And often I was thinking, how Bishop, our Excellency Bishop Paul Hindra, trusted me to entrust a big job like this. Just like as we read, or I was also having the mind of Jeremiah, chapter 1, verses 6 to 9, which says, Alas, sovereign Lord, I do not know how to speak. I'm too young. But the Lord said to me, do not say I'm too young. You must go to everywhere I send you and to say whatever I command you. Do not be afraid of them, for I am with you and will rescue you. Then the Lord reached out his hand and touched my mouth and said to me, I have put my words in your mouth. I'm also having the same mind of Jeremiah. It was the Lord who has given me the power and the grace with your cooperation. എല്ലാ വിശ്വാസികളെയും വലിയ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ നയിച്ച ബിജു പണിക്കപ്പറമ്പിൽ അച്ഛനും ഈ പ്രോഗ്രാമിന്റെ അനുഗ്രഹമായി മാറി. ഗ്രാസി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നന്ദി എന്നാണ്. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് കരിസ്മാറ്റിക് ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് നാം ഏവരും ഒരുമിച്ച് കൂടി ഒരുങ്ങുകയായിരുന്നു. കൂടാതെ വർഗീസ് ചെമ്പോളി അച്ഛനോടൊപ്പം മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരും ചേർന്ന് ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം വലിയ ആത്മീയ നിറവിന് കാരണീഭവിപ്പിച്ചു എന്നുള്ളതും സ്മരണീയമാണ്. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു ദിവസമായിരുന്നു എൻ്റെ ആദ്യത്തെ കരിസ്മാറ്റിക് അനുഭവം. പ്രൈസ് ദി ലോർഡ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ അനുഭവം എനിക്ക് വളരെയധികം സന്തോഷം തന്നു. ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ വളരെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടിക്കൊണ്ട് എന്നും നമ്മുടെ കൂടെയുള്ള യേശുവിനോട് ചേർന്ന് ഈ 2 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരിക. ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാനാവുന്ന മുന്തിരിയോട് നിങ്ങളാവുന്ന ശാഖകൾ ചേർന്നിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ 2 ആത്മീയ ബന്ധങ്ങൾ ശക്തമാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും നമ്മെ പരാജയപ്പെടുത്തത്തില്ല. പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. കുടുംബത്തിലായിരുന്നാലും പ്രവർത്തന മേഖലയെന്നാലും ജോലി സ്ഥലത്താണെന്നെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, വന്നുകൊണ്ടേയിരിക്കും. അവസാന ശ്വാസം വലിക്കുന്നവരെ പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റും. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നമ്മോട് കൂടെയുള്ള യേശുവിലുള്ള ആശ്രയത്തിലുമാണ്. ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഈ മരുഭൂമിയുടെ മണ്ണിലേക്ക് ദൈവം പകർന്നു നൽകിയതാണ് കരിസ്മാറ്റിക് പ്രാർത്ഥന. എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും അവിടുത്തെ ദാനമാണ് സർവ്വതും എന്നേറ്റുപറയുവാനും ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനും പരിശീലനം നൽകുന്ന ഈ പ്രാർത്ഥനാ കൂട്ടായ്മ വചനത്തിന്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് പകർന്നു തരുന്നതിനും ദൈവികമായ ഐക്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനും മാർഗം തെളിച്ചു. സകല കെട്ടുകളും അഴിയട്ടെ. യേശുനാമം വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് താളത്തിൽ കരങ്ങളടിച്ച് ആഗ്രഹിച്ചേ, പ്രാർത്ഥിച്ചേ. യേശുവിന്റെ തിരുരക്തം നമ്മുടെ മേൽ ഒഴുകട്ടെ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. ഓ ധമനികളിൽ ഒഴുകട്ടെ. യേശുവിന്റെ
തിരുരക്തമേ എന്റെ ധമനിയിലൊഴുകണമേ. ഒരിക്കൽ കൂടി യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. ശിരസ് മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. ശിരസു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. പരിപൂർണരാക്കണമേ, പരിപൂർണരാക്കണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. തുല്യതയില്ലാത്ത ദൈവത്തിന്റെ രക്തം, പാപങ്ങൾ മായ്ക്കുന്ന യേശുവിന്റെ രക്തം, ഉടമ്പടിയാൽ നമ്മളെ മുദ്രണം ചെയ്യുന്ന കർത്താവിന്റെ രക്തം. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിലും ഞങ്ങളുടെ തലമുറകളിലും അത് ഒഴുകപ്പെടട്ടെ. ആഗ്രഹിച്ച് അമൂല്യമായ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. പാപവിമോചന തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. അമൂല്യമായ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. പാപവിമോചന തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. ഉടമ്പടിയുടെ തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. കളങ്കമില്ലാത്ത തിരുരക്തമേ എന്നിലൂടെ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ എന്റെ ധമനിയിൽ ഒഴുകണമേ. ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ. പരിപൂർണരാക്കണമേ, 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 പരിപൂർണരാക്കണമേ. എന്റെ സിരകളിൽ ഒഴുകണമേ, എന്റെ ധമനിയിൽ ഒഴുകണമേ. എന്റെ സിരകളിൽ ഒഴുകണമേ, എന്റെ ധമനിയിൽ ഒഴുകണമേ. എന്റെ ഒരുമിച്ച് പാടിയും ആരാധിച്ചും ബലിയർപ്പണത്തിൽ പങ്കുചേർന്നും ഒരു വലിയ അനുഗ്രഹ പൂമഴയായിരുന്നു ഇവിടെ പെയ്തിറങ്ങിയത്. ദൈവം നൽകിയ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കായും സർവശക്തനായ നമ്മുടെ ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി കരയറ്റുന്നു. വചനം പഠിച്ച് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് ബഹുമാന്യ പിതാവ് സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രചോദനമായി മാറി. ദൈവത്തിന്റെ അതിവിശുദ്ധ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുടനീളം വിശ്വാസികൾ അനുഭവിച്ചറിഞ്ഞു. കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ
അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. UAE ഇന്ന് വിശ്വാസത്തിന്റെ വിളനിലമാണ്. അവിടെ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകിയവരെയും അതിന് വളവും നനവും നൽകിയവരെയും വളർത്തി വലുതാക്കിയ ദൈവത്തെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. കൃപയുടെ നീർച്ചാലുകളായി കരിസ്മാറ്റിക് പ്രാർത്ഥന മാറണമെന്ന മാർപ്പാപ്പയുടെ വാക്കുകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് ധീരവും ശക്തവുമായി യേശുവിന്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ നമുക്കൊരുമിച്ച് കരങ്ങൾ കോർക്കാം എന്ന പ്രാർത്ഥനയോടെ ജൂബിലി ആഘോഷം പര്യവസാനിച്ചു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.